നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന പാലക്കാട് ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃത്താല. സിറ്റിംഗ് MLA യും മന്ത്രിയുമായ MP രാജേഷാണ് LDF സ്ഥാനാർത്ഥി. ഒരു പതിറ്റാണ്ട് മണ്ഡലത്തെ പ്രതികരിച്ച മുൻ MLA VT ബൽറാമാണ് UDF-നായി ഇക്കുറി കളത്തിലിറങ്ങുന്നത്. യുവ നേതാക്കളായതുകൊണ്ട് തന്നെ മത്സരത്തിന് അല്പം എരിവും പുളിയും കൂടുതലാണ്. സ്ഥാനാർത്ഥികളുടെ സ്വഭാവവും മത്സരത്തിന്റെ തീവ്രതയും കൊണ്ട് തന്നെ 2021 തനിയാവർത്തനമാണ് ഇക്കുറിയെന്ന് വേണമെങ്കിൽ പറയാം. അണികളുടെ ആവേശത്തിനും വീറിനും ഒട്ടും കുറവില്ല. സ്ഥാനാർത്ഥികളുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു LDF സർക്കാരിന്റെ തുടർച്ച ചോദിച്ചുമാണ് MP രാജേഷ് വോട്ടർമാരിലേക്ക് എത്തുന്നത്. വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനോടൊപ്പം തന്നെ വിജയപ്രതീക്ഷയിലും അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമാണ്. മന്ത്രി MP രാജേഷിനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ LDF-ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാമെന്ന ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഇവിടെ വികസന മുരടിപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പ്രതിപക്ഷം അങ്ങനെ പറയാവൂ. കാരണം അപ്പോഴേ ഈ ആളുകൾക്ക് അവരിൽ ഉള്ള വിശ്വാസം കൂടി ഇല്ലാതാവും. കാരണം ആളുകളുടെ മുമ്പിൽ കാണുന്നതാണല്ലോ വികസനം. മുമ്പിൽ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ മോശമാണല്ലോ ഈ റോഡൊക്കെ എന്ന് പ്രതിപക്ഷം പറയണം. അപ്പോഴാണ് പ്രതിപക്ഷത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തന്നെ പറയണം, അവർ മാറ്റി പറയരുത്. തൃത്താല ഹാപ്പി ആയത് കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള കണ്ണും ചിന്തിക്കുന്ന മാറ്റങ്ങളിലൂടെയാണ്. 5 കൊല്ലത്തിന് മുമ്പ് തൃത്താല വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തകർന്ന സ്കൂൾ കെട്ടിടങ്ങളായിരുന്നു. 937 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ആശുപത്രിയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വളരെ പിന്നാക്കാവസ്ഥയിൽ നിലനിന്നിരുന്ന ഒരു മണ്ഡലത്തെ 5 വർഷം കൊണ്ടാണ് മാറ്റിയത്. 50 കൊല്ലമായിട്ട് കേൾക്കുന്ന കാങ്കപ്പുഴ പാലം ഇപ്പോഴാണ് ഉണ്ടായത്. 50 കൊല്ലമായിട്ട് ആവശ്യപ്പെടുന്ന ITA ഇപ്പോഴാണ് വന്നത്. അപ്പം അങ്ങനെയാണ് തൃത്താല ഹാപ്പി ആയത്. ഞങ്ങളെ നഖശികാന്തം എതിർക്കുന്ന മനോരമയും മാതൃഭൂമിയും വരെ പറയുന്നു ഭൂരിഭാഗം ആളുകളും ഗവൺമെന്റ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് അനുഭവമുണ്ട്. എന്നോടൊരു കുടുംബയോഗത്തിലെ പ്രായമുള്ളൊരു അമ്മ ചോദിച്ചു, നമ്മുടെ മറ്റൊരൊക്കെ വന്നാൽ പിന്നെ പെൻഷൻ മുടങ്ങില്ലേ കുട്ടിയെന്ന് വെച്ചു. അതാണ് അനുഭവം. 18 മാസത്തെ പെൻഷൻ മുടങ്ങിയ അനുഭവമുണ്ട്. അപ്പോൾ കറണ്ട് കട്ടിൻ്റെ അനുഭവമുണ്ട്. ആരെങ്കിലും ആഗ്രഹിക്കുമോ പെൻഷൻ എല്ലാ മാസവും കിട്ടണ്ട? അതുകൊണ്ട് ഭരണം ഒന്ന് മാറട്ടെ, ഈ പെൻഷൻ കിട്ടി മടുത്തു ഇതാരെങ്കിലും വിചാരിക്കുമോ? ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി മാസം 1000 രൂപ അക്കൗണ്ടിൽ വന്ന് മടുത്തു, അതുകൊണ്ട് ഇവരൊന്ന് മാറട്ടെ. കുട്ടികൾക്ക് കൃത്യസമയത്ത് പാഠപുസ്തകം കിട്ടുന്നത് വലിയ കഷ്ടമാണ്, അതുകൊണ്ട് ഇവരൊന്ന് മാറട്ടെ. സർക്കാർ സ്കൂളൊക്കെ നന്നായി, വളരെ മോശമായി പോയി, അതുകൊണ്ട് ഇവർ മാറട്ടെ എന്ന് ആരെങ്കിലും കരുതുമോ? പവർ കട്ടൊന്നും ഉണ്ടാവട്ടെ. എപ്പോഴും ഈ ഇഷ്ടം പോലെ വെളിച്ചം അത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പവർ കട്ട് ഉണ്ടാവട്ടെ, UDF വരട്ടെ എന്നാരെങ്കിലും വിചാരിക്കും? ഈ സർക്കാർ LDF-ന്റെ പ്രവർത്തകർക്ക് ഏത് വീട്ടിലും തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ ഗവൺമെന്റിനെ വോട്ട് ചോദിക്കാം. അത്രയേറെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. 2021 കൈവിട്ട തൃത്താല തിരികെ പിടിക്കുക എന്നുള്ളതാണ് VT ബൽറാമിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. മാറിയ രാഷ്ട്രീയ സാഹചര്യവും വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവുമെല്ലാം മണ്ഡലത്തിൽ ഇക്കുറി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇതിനെല്ലാം അപ്പുറം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റവും VT ബൽറാമിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ പ്രചാരണ ചൂടിലേക്കാണ് മുന്നണികൾ കടക്കുന്നത്. VT ബൽറാമിനോട് നമുക്ക് പ്രചാരണത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഒരാൾ ജയിച്ചു നിൽക്കുമ്പോഴും തോറ്റു നിൽക്കുമ്പോഴും ഒരുപോലെ ഒരു നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അത് മുഖവിലയ്ക്ക് എടുക്കും, അവരെ വിശ്വാസത്തിലെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് തൃത്താലയ്ക്ക് ആരാണ് കൂടുതൽ നല്ലത് എന്നുള്ളത് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത്. ജയിച്ചു പോയെന്ന ആളുകളെയാണല്ലോ പലപ്പോഴും 5 വർഷത്തിൽ 4.25 വർഷം കാണാൻ കിട്ടാതെ വന്നത്. ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണ നേട്ടങ്ങളുണ്ടെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ പോരെ. അതിപ്പോൾ ചില സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്, റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുമല്ലോ, ഒരു ജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്വന്തമായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തട്ടിക്കൂട്ടി ഇറക്കി അതിൽ കുറേ കണക്കുകളൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെല്ലുവിളി നടത്തുകയാണ്. അങ്ങനെ ഭരണ നേട്ടങ്ങളോ അല്ലെങ്കിൽ വികസന നേട്ടങ്ങളോ സംവാദത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതല്ല, അക്കാഡമിക്കായിട്ട് മാത്രം തെളിയിക്കപ്പെടേണ്ടല്ലോ, അനുഭവത്തിലൂടെ ബോധ്യമുണ്ടല്ലേ. ഇപ്പോൾ വേറെ ഏതോ മാതൃകയാണെന്ന് പറയുന്നു. ആ മാതൃകയിൽ കാണുന്നത് 5 വർഷം കോളേജ് വരും, നഴ്സിംഗ് കോളേജ് വരും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഒന്നും വരാണ്ട് അവസാനം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഉദ്ഘാടന തട്ടിക്കൂട്ടാണ്. നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ നോക്കുമ്പോൾ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമൊന്നുമില്ല, അതിന് ഫീസ് അടച്ച് കാത്തിരിക്കുകയാണ്. അതൊക്കെ വരും. ഇങ്ങനെയാണ് ഇവർ കോളേജ് കൊണ്ടുവരുന്നത്. ഞാനങ്ങനെയല്ല, 2ാമത്തെ വർഷം തന്നെ കൊണ്ടുവന്ന് ഒരു ബാച്ച് പഠിച്ച് പുറത്തിറങ്ങി. ഇപ്പോൾ കുടിവെള്ളത്തിലാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതികളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും ഓവർ ഹെഡ് ടാങ്കുകളും ഒക്കെ നേരിട്ട് കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു നയപരമായിട്ടുള്ള ചിലപ്പോൾ പോളിസി ചേഞ്ച് വേണ്ടി വരും, അതുണ്ടാവുന്നില്ല.
അതിനുള്ളൊരു ഇടപെടൽ നടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു ആശുപത്രിക്ക് കെട്ടിടം ഉണ്ടാക്കി എന്നുള്ള വലിയ വികസനമായിട്ട് പറയാണ്. പക്ഷേ അവിടെ ഒരു പുതിയ ഡോക്ടറെയോ ഒരു പുതിയ തസ്തികയോ അഡീഷണലായിട്ട് വന്നിട്ടില്ല. കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമില്ല. നോക്കൂ, 2021 രാഷ്ട്രീയ സാഹചര്യം ചില കുറുക്ക് വഴികളിലൂടെ അപ്പുറത്തുള്ളവരുണ്ടാക്കിയെടുത്താണ്. ഞാൻ 2011 നേടിയതിനേക്കാൾ വോട്ട് 2016 എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതേസമയം BJPയുടെ വലിയ വോട്ട് കുറയുന്നു, അത്രയ്ക്കത്ര വോട്ട് CPM വർദ്ധിക്കുന്നു. കേരളം മുഴുവൻ മദ്യപ്പുഴ ഒഴുക്കുന്ന ആളുകൾ, ആ മദ്യരാജാക്കന്മാരുടെ പണക്കൊഴുപ്പൊക്കെ ഇവിടെ ഇലക്ഷൻ രംഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ജനവികാരം ശക്തമായി UDF അനുകൂലമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു അട്ടിമറിക്കും ഇത്തവണ UDFൻ്റെ തിരിച്ചുവരവിനെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. തൃത്താലയിൽ ഇക്കുറി ത്രില്ലർ പോരാട്ടമാണ്. വികസനവും രാഷ്ട്രീയവും ചർച്ചയാക്കി ഇരു മുന്നണികളുടെയും യുവ നേതാക്കൾ കള്ളം നിറയുകയാണ്. തൃത്താല ആര് പിടിക്കും, ആരെ തൃത്താല തലവനാക്കും എന്നാണ് അറിയാനുള്ളത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആ ജനവിധിക്കായി കാതോർക്കാം.